എനിക്ക് ഇങ്ങനത്തെ മോഡേൺ ഡ്രസ് ചേരുന്നുണ്ട് ഏട്ടാ. അടിപൊളിയല്ലേ? പിന്നെ എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് അറിയാട്ടാ, മുടി എനിക്ക് മോഡേൺ ആയിട്ട് കെട്ടാൻ അറിയാൻ പാടില്ല. കുറച്ച് വെട്ടിക്കളയാ, അതാ നല്ലത്. അത് ശരിയാ. ഞാൻ പറഞ്ഞ ഇവിടെ ഇത്തിരി ഫ്രണ്ട് ഇച്ചിരി ഇങ്ങനെ വെട്ടിയിടായിരുന്നു. അതാവുമ്പോ ഇങ്ങനെ അയച്ചിട്ടാ സൂപ്പർ ആയിരിക്കും. ഫാഷൻ കൂടുതലാണ്. ഓ ഒന്നുമല്ല. ഞാൻ ചോദിച്ചോട്ടെ, ഈ മാമോദീസ നാളെ അല്ലേ? നമ്മ ഇത്രയും ഒരുക്കം ഇപ്പോഴൊക്കെ വേണമെന്നുള്ളതാണ് എന്റെ ചോദ്യം മക്കളെ. പിന്നെ ബന്ധുക്കാരെല്ലാം ഇന്നാ വരുന്നത്. UK എന്നൊക്കെ നാൻസിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവളെ പൊട്ടിക്കണമല്ലോ നമുക്ക്. അവളെ പൊട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം അവളെ ഒരു സുന്ദരി ഞാനാണ്. പിന്നെന്തിനാ? അവൾക്ക് അതിന് നല്ല അസൂയുണ്ട് എന്നോട്. അപ്പൊ അവളിന്ന് ഏത് കോലത്ത് വരെ കാണേണ്ടിയിരിക്കുന്നു. അവളെ അദ്ദേഹം UK വലിയ മോഡേൺ ഒന്നും അല്ല. ആണല്ലേ? നമ്മളിവിടെ ആണെങ്കിലും നമ്മുടെ സ്റ്റൈലിനൊന്നും കുറവില്ല. മുടിയാണ് പ്രശ്നം. ഇതിങ്ങനെ ഇട്ട് വെക്കട്ടെ. ഇതിങ്ങനെ വെറുതെ അതാകുമ്പോ ശരി. അത് ശരി, അത് ശരി, അത് ശരി. ഓക്കെ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇല്ലല്ലോ. നിങ്ങൾ എന്തേ ഇവിടെ ഫുഡിനൊക്കെ? ഹലോ മാഡം, അത്തരം കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു വീട് എങ്ങനെ മാനേജ് ചെയ്യണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പുറത്തുനിന്ന് വാങ്ങിക്കുമായിരിക്കും. അതെന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. നിങ്ങൾ അതിനെ പറ്റി ഒന്നും പറയണ്ട. ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കിയാൽ മതിയല്ലോ, ഇവിടെ എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്തോളാം. പിന്നെ നീ അടുത്ത മാസം എന്നാ വരുന്നത്? എന്താ ഇതിനു വേണ്ടി സാധനം കെട്ടി ഇത് മക്കളെ മക്കളെ ഇത് ഒരു ദിവസം പോയി വരാൻ വേണ്ടി ചെയ്യുന്ന പണികളാണ് ഇതൊക്കെ. ഞാൻ അടിക്കടിക്ക് എന്റെ കൈ കളച്ച്. ഏട്ടാ, ചിലപ്പം അപ്പച്ചി സ്നേഹം കൊണ്ട് എന്നോട് പറയും 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയും. അപ്പൊ ചിലപ്പോ എനിക്ക് ആ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വരും. സ്നേഹത്തോട് പറയാൻ അപ്പൊ ചിലപ്പോ ഞാൻ 2 ദിവസം നിക്കും. നിന്നോട്ടെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിന്നോട്ടെ. അങ്ങനെ തോന്നുന്നത് അങ്ങനെ ചെയ്യണം. നിക്കും ഞാൻ 2 ദിവസം. അപ്പൊ അങ്ങനെയാണ് തോന്നുന്നെങ്കിൽ അങ്ങനെ അങ്ങ് ചെയ്യണം. അല്ല ഇപ്പൊ എന്ത് ചെയ്യാൻ നിക്കുവേ. വേണ്ട, ഇതിനകത്ത് വെച്ചോളാം. പിന്നെ ഇനി ഇതിന്റെ പുറമെ ഇനി ഒരു കിറ്റുവാ ഓടുന്നു. അയ്യോ ഒരുങ്ങുവാ. എനിക്ക് അതിനെന്നാടി ഒരുങ്ങാനുള്ളേ? ഒരു പൊട്ട് കുത്തിയ എന്റെ പണി കഴിഞ്ഞു. പൊട്ട് കുത്താൻ തുടങ്ങിയ മണിക്കൂർ 2 ആയി. പൊടാടുന്നു. എടാ ഇതാണ് നല്ലത്, അത് കാവ്യമാധവന്റെ ഒരു ലുക്ക് ഉണ്ട് എല്ലാവരും പറയുന്നു. കാവ്യമാധവനെ കാണാത്തവരെ അങ്ങനെ പറയുള്ളൂ. ഓ മാമി സാരിയാണ് ഇവിടുത്തെ. ഓ അമ്മ ഓരോ ട്യൂഷൻ. ആണോ? മാമി ഓരോ സ്ഥാനത്തിരിക്കണല്ലേ മോനെ, അതുകൊണ്ട് അത് പറ്റൂല. എടാ ചെറുക്ക, നീ വരുന്നുണ്ടോ? ഇല്ല. നീ എന്തേ വരാത്ത? എന്തെങ്കിലും കൊണ്ടുവന്നേ. അവിടെ എനിക്കൊരു സുഖമില്ല. എന്ത് സുഖമില്ലാത്ത? എന്താ? അവന് താല്പര്യമില്ലെങ്കിൽ കൊണ്ടുപോണ്ട. ഒരാളെ തല്ലി പഴിപ്പിച്ച് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. അവൻ ഇവിടെ നിൽക്കും. ഞങ്ങൾക്കറിയാം അവന് ഭക്ഷണമൊക്കെ കഴിച്ചു കൊടുക്കാനും ഉണ്ടാക്കാനൊക്കെ ഇവിടെ. അവർ രണ്ടുപേരും വന്നിട്ടോ? നീ ഒറ്റയ്ക്കൊന്നും ബോറടിക്കും ഇവിടെ? ഇല്ല. ഇല്ലേ? അവൻ ഒറ്റയ്ക്കല്ലല്ലോ. നീ ഇല്ലേ? ഞാൻ ഇല്ലേ? ഉണ്ട്. എന്നാലും അവന്റെ പ്രായത്തിലുള്ള ആരുമില്ല, അതാ ഉദ്ദേശം. സയ്യു ചേച്ചിയും നല്ലു ചേച്ചിയും വരുന്നുണ്ട്. വേണമെങ്കിൽ എന്റെ കൂടെ പോന്നോ. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇവിടെ ഇരുന്ന് മോങ്ങരുത്. സയ്യു ചേച്ചി പോണ്ട. സയ്യു ചേച്ചി പോണ്ട. അവള് വരുന്നുണ്ട്. നിനക്കല്ലേ താല്പര്യമില്ലാത്തത്? അവിടെ നിന്ന് ബോൾ അടിക്കുമ്പോ പഠിക്കും. പിന്നെ പൈസ വല്ലതും ഉണ്ടോ? മെമ്പറല്ലേ, പുറത്തിറങ്ങി റോഡിൽ നിന്നാ മതില്ല. മെമ്പറെ വന്ന് എല്ലാവരും തൊഴുത് പൈസയൊക്കെ കാണിക്ക പോലെ അങ്ങ് ഇടുമല്ലോ. മെമ്പറാന്ന് പറഞ്ഞ നിങ്ങളെന്റെ കെട്ടിയോനല്ലേ? അയ്യോ, പൈസയുടെ കാര്യത്തിന് മാത്രമേ ഉള്ളൂ കെട്ടിയത്. അല്ലെങ്കിൽ അമ്മ കുതിര കയറും. എന്താ പിടിക്കാം അവിടെ? അങ്ങനെ വയ്യങ്ങോട്ട് എന്തുവാണ് ക്ലീറ്റ് പൈസ തരാനേ? എന്റെ പൈസയൊന്നുമില്ല. പൈസ ഇല്ലേ? ഇല്ല. മാമോദിസയ്ക്ക് കൊച്ചിനെന്തിനും മേടിച്ചു കൊടുക്കണം. അത് ഞാൻ പിന്നെ മേടിച്ചു കൊടുത്തോളാം. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. പൈസ ഇട്ടേക്കോ? നിനക്ക് മേടിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഇപ്പൊ നിന്റെ ഭർത്താവാണല്ലോ ഞാൻ. അപ്പൊ എന്റെ ബന്ധുവാണ് നിന്റെ ബന്ധുവാണല്ലോ. അപ്പൊ നിനക്ക് മേടിച്ചു കൊടുക്കാം. അതാ ഞാനും ചോദിക്കണം. നിങ്ങളുടെ ബന്ധു മെമ്പറിന് ഇപ്പൊ വരുമാനം ഉണ്ടല്ലോ, മാസ വരുമാനം ഉണ്ടല്ലോ. അതെടുത്ത് നിങ്ങളുടെ ബന്ധുവിന്റെ മാമോദിസയാണ്. നിങ്ങൾ എന്താ പോവാത്തെ? എനിക്ക് വരാൻ സൗകര്യമില്ല. എനിക്ക് 100 കാര്യങ്ങളുണ്ട്. അത്രയും അറിഞ്ഞാൽ മതി. ഇപ്പൊ 100 കാര്യം പോയിട്ട് ഒരു കാര്യം പോലും ഇല്ല നിങ്ങൾക്ക്. നിങ്ങൾ എന്താ വരാത്തതെന്ന് എനിക്കറിയാം. എടാ അവിടെ ചെല്ലുമ്പോഴത്തേനും ഞാൻ മെമ്പറായല്ലോ, ആൾക്കാരൊക്കെ എന്നെ പുകഴ്ത്തും, എല്ലാവരും എന്റെ കാര്യങ്ങൾ അന്വേഷിക്കും. അപ്പൊ ഇങ്ങോട്ട് താന്നു പോകും. അതുകൊണ്ട് ആ ചമ്മല് മറയ്ക്കാൻ വേണ്ടിട്ട് വരുന്നില്ല. അയ്യോ, നീ പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലേ? ഇതല്ലേ പറഞ്ഞ മറ്റേ. നീ എന്തിനാണ് വരാത്തത്? റോസ്മേരിയുടെ വായമുള്ള നിൽക്കുമല്ലേ? എന്തിന്? എന്നെ തിന്നെ. മാമോദിസയ്ക്ക് പോകാൻ പുതിയ സാരി മേടിച്ചു കൊടുക്കാത്തതിന്റെ പ്രശ്നം അതേപോലെ വയ്ക്കുക. പിന്നെ പൈസ കൊടുക്കാത്തതിന്റെ
ഇത് രണ്ടും നടക്കാത്ത പക്ഷെ അവളെന്നെ കാണുമ്പോഴേ കുത്തിന് പിടിക്കും. നല്ലൊരു ബിരിയാണിയും കളഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ അണിഞ്ഞൊരുങ്ങി അങ്ങ് ഇറങ്ങാൻ. സാരി, മറ്റേത് ബ്ലൗസ്, പുതിയത്. ചേച്ചി വണ്ടി വന്ന് വാ. ആടിതെ ഇറങ്ങി. പൊന്നമ്മ പോട്ടെ ഉമ്മ വിഷമിക്കാതിരുന്നോണം കേട്ടോ. തക്കടു താറ്റ. അമ്മ പോയിട്ട് വരുമ്പോ മുട്ടായി വാങ്ങിച്ചോണ്ട് വരണേ. പോകാം. ഈ മാമോദീസൊക്കെ ഞാനവിടെ മനഃപൂർവ്വം പോകാത്തന്നെ. എന്ത് അവിടെ ചെന്ന് ഞാൻ ഇത് തന്നെ അങ്ങനെ പറഞ്ഞ തന്നെ സംഭവം. അതൊന്നുമല്ല, അങ്ങേര് ശരിയല്ല. അങ്ങേര് മറ്റേ നമ്മളെ എതിർ പാർട്ടിയുടെ ആളാണ്, സണ്ണിച്ചാനെ. അപ്പൊ ഉറപ്പായിട്ട് ഇതെടുത്ത് വെക്കല് ഉന്നയിക്കും. ഒരു കണക്കിന് അതും ഉണ്ട് കാര്യം. ഡാഡി ക്യാരറ്റ്. ക്യാരറ്റ് ഉള്ളത് നിനക്ക് തന്നല്ലേ. ഇവൻ മുയലാണെന്ന് തോന്നുന്നു. ഇവന് ക്യാരറ്റ് ഒന്നും അങ്ങനെ ഇത് കപ്പയ. ഇതാണെങ്കിൽ കോരിയിട്ട് ഭരണമില്ല. ഇതിൽ 2 ക്യാരറ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു സമയം കളഞ്ഞോട്ട് പിടിപ്പനെ ചുമ്മാ ഇരിക്കാം. അളെ ഒത്തിരി കുറച്ച് വലിയ തവിയായിരുന്നെങ്കിലേ. അതെ നീ എടുക്ക്. ഞാൻ എടുത്തോണ്ടാ. ഇത് പെട്ടെന്ന് നടന്ന് എടുത്തപ്പോ കൈ കിട്ടിയതാ. ഞാൻ എടുത്തോണ്ടാ. കുറുമ ഉണ്ട്. കിടുക്കി. ക്യാമ്പിൽ നമ്മളിങ്ങനെ കൂടമ്പാടൊക്കെ ഇങ്ങനെ നമ്മുടെ ഹോട്ടലൊക്കെ കിട്ടത്തില്ലേ, അടിപൊളി സാധനം. കറങ്ങൻ സ്പെഷ്യലാ കിട്ടാ. ഇത് മതി. അതെ, ഈ പെണ്ണുങ്ങളൊരു വിചാരമുണ്ട്. പെണ്ണുങ്ങളെ വിചാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാ അവരില്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടന്ന് ശാപം. അത് മാത്രമല്ല നമ്മുടെ ആണുങ്ങൾക്ക് ചെയ്യുന്ന കാര്യത്തിലൊന്നും ഒരു വിലയില്ലെന്ന്. പക്ഷെ കറി എന്തായാലും കൊള്ളാം കേട്ടാ. സൂപ്പർ കറി കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. നമ്മൾക്കൊക്കെ ഇപ്പൊ സംഭവം ഈ അടുക്കള ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് സാധനങ്ങളായിട്ടൊരു ബന്ധമില്ലല്ലോ. നമ്മുടെ അടുക്കളയാണെങ്കിൽ ഞാൻ പോയി നോക്കിയ സാധനങ്ങൾ കൈ കയറിക്കോളും. അതല്ലേ, ഞാൻ ഈ കൂടെ ആദ്യം നോക്കി കണ്ടില്ല. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തോ വേണം? ഇതുപോലെ ഞാൻ ഉണ്ടായിക്കോളാം രാവിലെ. എന്താ നീ ഇപ്പൊ രാത്രി നീ ഉണ്ടാക്കിയില്ലേ? രാവിലത്തെ കാര്യം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കൊടങ്ങാള സ്റ്റൈൽ പ്രഭാത ഭക്ഷണം. എന്താ വേണമെന്ന് പറ നിനക്ക്. അല്ലെ എനിക്കിപ്പോ എന്തായാലും കുഴപ്പമില്ല. പുട്ടെങ്കിൽ പുട്ട്, ദോശയെങ്കിൽ ദോശ. അപ്പൊ നീ ആദ്യം പറഞ്ഞ പുട്ടെങ്കിൽ പുട്ടുന്നല്ലേ? അപ്പൊ നിന്റെ ഇഷ്ട ഭക്ഷണം പുട്ടാണ്. അപ്പൊ നാളെ പുട്ടും കടലേ. തക്കട് മോൻ എന്താ വേണം? എനിക്ക് നൂഡിൽസ്. നൂഡിൽസ്, ബീഫും പൊറോട്ടയും. പൊറോട്ടയും ബീഫാ? ചൂട് പൊറോട്ടയും ബീഫ് കറി. അപ്പൊ അളിയനും തക്കട് മോനും രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ. ഓക്കെ, നീ നായര കടയിലോ വേറെ ഏതെങ്കിലും കടയിൽ പോയിട്ട് പൊറോട്ട ബീഫ്. ഞാൻ രാവിലെ നിനക്ക് പൊറോട്ട ഇവിടെ അടിച്ചു തരാടാ. വേണ്ട, പുട്ടിലൊതുക്കാം. അതേ, ഞാന് രാവിലെ 4 മണിക്ക് എഴുതിക്കും. ഇച്ചിരി പരിപാടികളുണ്ട് അവിടെ. ആകെ അലങ്കോലമായിട്ട് കിടക്കാൻ. മുറ്റം ഒന്ന് വൃത്തിയാക്കണം, അടുക്കള സെറ്റാക്കണം, ക്ലീൻ ആക്കണം. കുറെ പരിപാടികൾ കിടപ്പുണ്ട്. ഞാൻ ഇപ്പൊ നേരത്തെ കിടക്കണം. നീ കഴിച്ചു കഴിഞ്ഞാ വയറ് നിറഞ്ഞാ? ഇനി രാവിലെ ഉള്ളൂ. ഇനി ഉറക്കമാണ്. ബാ എന്നാ കൈ കഴുകാം. പിന്നെ ബ്രഷ് ചെയ്യണം കേട്ടാ. ഞാൻ ചെയ്തോളാം. നീ ചെയ്തോളാന്ന് പറഞ്ഞാ നീ എന്നും ചെയ്യണമെന്നില്ല. എനിക്കറിയാല്ല, എന്റെ കണ്ണ് തെറ്റിയാ ചെയ്യൂലെന്ന്. മച്ചമ്മ എന്തോ നോക്കുന്നേ? ഫോണെവിടെ, പാത്രം എവിടെ? നേതാവല്ലേ, ചെയ്യിപ്പിച്ച ഉള്ളു ശീലം, ചെയ്ത് ശീലമില്ല അതിന്റെ. ഇതൊരു കൊതുവാണിത്. കൊതുവിന് വെക്കണ ലിക്വിഡ് എവിടെ പോയി ഇതൊക്കെ ഇടുന്നാലും? മുത്തശ്ശേച്ചിയുടെ മുറി കാണൂ. അത് ഇന്നലെ ഇവിടെ വെച്ചിരുന്നതല്ലേ, പിന്നെ അങ്ങനെ മുത്തുച്ചേച്ചിയുടെ റൂമിൽ പോണത്? അത് എൻ്റെ അമ്മ എടുത്ത് എവിടെയെങ്കിലും മാറ്റി ഞാൻ സമാധാനമായിട്ട് ഉറങ്ങില്ല. അത് തന്നെ അവളെ അടങ്ങല്ലേ. അതാ എന്തായാലും സാധനം എവിടെ പോയി എന്നുള്ളതാണേ. അല്ല, ഇനി റൊണാൾഡോ അമ്മ എടുത്താണോ? അത് ചിലപ്പോൾ സാധ്യതയുണ്ട്. മനുഷ്യൻ ആ ഉറങ്ങുമ്പോഴാണ് ഇച്ചിരി സമാധാനം കിട്ടുന്നത്. അത് സമ്മതിക്കില്ല. ഞാൻ നോക്കിട്ട് വരട്ടെ.
ഡാ. ഡാ. റോസ്മേരി നീ പോ. ഡാ. എന്തോന്നടാ ഇത്? ഉറങ്ങുമ്പോഴെങ്കിലും മര്യാദ കിടന്നോളൂ. ഞാനേ എന്ത് പള്ളിപ്പെരുന്നാൾ നടന്ന് അടി ഓർത്തോണ്ട് കിടന്നു. പള്ളിപ്പെരുന്നാൾ നേരം വെളുത്തോ? ചായ ഇട്ടോ? നേരം വെളുത്തില്ല, മനുഷ്യൻ ഉറങ്ങിയില്ല ഇവിടെ. എന്ത് പറ്റി? തക്കഞ്ചേട്ടത്തി വിട്ടിട്ടല്ലോ. എന്ത് പറ്റാൻ? ഉറങ്ങണ്ടേ? ശല്യം. ആര്? കൊതുക്. എന്ത് കൊതുക്? ആ കൊതുക് കടി കടിക്കാതിരിക്കാൻ മറ്റേ ലിക്വിഡ് ഉണ്ടല്ലോ, അതെന്ത് ചെയ്ത് അവിടെ വെച്ചിരുന്നത്? ലിക്വിഡാ? ലിക്വിഡ് എന്താ നീ കേട്ടിട്ടില്ലേ? കൊതുക് വരാതിരിക്കാൻ കത്തിച്ച് വെക്കൂലേ ആ സാധനം, അതെന്ത് ചെയ്ത്? ഞാൻ കണ്ടിട്ടില്ലേ. ആ സാധാരണ ആമത്തിരി കത്തിച്ച് വെക്കാറുള്ള. ഞാൻ കണ്ടില്ലേ. ഇവിടെ അവിടെ വെച്ചിരുന്നത് കാണാനില്ല. മനുഷ്യന് കിടന്ന് ഉറങ്ങാൻ പറ്റാനില്ല, ശല്യം. ഞാൻ കണ്ടില്ല കൊച്ചമ്പി. കർത്താവിനെ മുട്ടിപ്പോയെന്ന് പ്രാർത്ഥിച്ചാലോണം ഉറക്കാൻ മതി. ഓ, പ്രാർത്ഥിച്ചായിരിക്കും ഇപ്പം ഈ കണ്ടതല്ലേ? നിന്റെ ഈ സയറിനൊന്ന് ഓഫ് ചെയ്ത് പോയി. കൂർക്കം വലി ഇത് എന്തോന്നിടാ. നീ ആദ്യം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കൂർക്കം വലി വലിക്കാതിരിക്കാനായിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കും. എന്നാലും ബാക്കിയുള്ളവൻ്റെ ഉറക്കം പോയി. നീ കൊതുകിനടിച്ച് നേരം വെളുപ്പിക്കണം. രാവിലെ ചായ കൊണ്ട് പറഞ്ഞ ഞാൻ നിനക്ക് ഉണ്ടാവുന്ന ഉറങ്ങടാ. ബാക്കിയുള്ളവൻ്റെ ഉറക്കം കളഞ്ഞിട്ട് എവിടെ ആയിരുന്നു അടിയെ കണ്ടു നിർത്തിയത്? കപ്പേളയുടെ ഫ്രണ്ട്. ആ കപ്പേളയുടെ ഫ്രണ്ടിൽ നിന്ന്. ആ ആഹാ, അത് ഉറങ്ങിയ കൊതുകല്ലിരിക്കണ. എന്നാലോ കുന്തത് എവിടെ പോയി എന്നുള്ളതാണ്. ഈ കൈ വെളി കണ്ട കൊതുവിനെ അത് മതി കൊതുവെന്ന് കൈ കടിക്കാൻ. കൊതുവല്ലേ? അതാ പോണം, അതാ പോണം, അതാ. ഡാഡി ഡാഡി ഓ ഷൂസ് കഴിക്കണം. ഓ, എൻ്റെ മക്കളെ കിടക്കണേപ്പം നീ ഒഴിച്ചില്ലേ? പിന്നെ ഇത് എന്തോന്ന് ഇതിനും വേണം ഷൂ ഇത് എവിടെ നിന്നാണ്? ഒരു കണക്കിനൊന്ന് ഉറങ്ങി കിട്ടിയതാണ്. എടീക്ക് നല്ല ഉറക്കം കിട്ടി വന്നായിരുന്നു. വാ എണീറ്റ്. ഓ, കഴിയുമ്പോ പറയണേ ഏതാ കൊടുക്കൂ. ഹലോ ഹലോ ഏട്ടാ, നീ എന്ത് കട്ടി കളഞ്ഞത്? അല്ല ഞാൻ വിചാരിച്ച ചേട്ടനെ എഴുന്നേറ്റിട്ടുണ്ടാവത്തില്ലെന്ന്. ആ ഞാൻ എഴുന്നേറ്റ് തൂത്തോണ്ടൊക്കെ ഇരിക്കുന്നു. കട്ടൻ ചായ കുടിച്ചാ? കട്ടൻ കുടിച്ചില്ല, കട്ട ഇട്ടില്ലേ കുടിക്കാൻ പറ്റുള്ളൂ.
അത് കുടിക്കാത്ത ഇടണം, കട്ടിടണം. നീ ഇട് പോയി. ആ ഇടാടി. തൂക്കുവാണോ? ഓ തൂത്ത് ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. എന്തുണ്ടാക്കി? ഞാനല്ല, അതൊക്കെ നിന്റെ കൂടപ്പുറപ്പ് അപ്പുറത്ത് 4 മണിക്ക് എഴുന്നേറ്റ് എനിക്കുള്ള പുട്ടും കടലയും തക്കുടൂനുള്ള നൂഡിൽസും ഒക്കെ റെഡിയാക്കാന്ന് പറഞ്ഞിരിക്കുകയാണ്. ആഹാ. ആ ക്ലീറ്റോ, ക്ലീറ്റോ എഴുന്നേറ്റില്ലേ? ക്ലീറ്റോ, റൊണാൾഡേ, റൊണാൾഡേ. നേരം വിളിച്ചോ? ഇല്ലേ, വിളിച്ചില്ലേ? അവിടെ ആര്? ക്ലീറ്റസ് ഞാൻ കണ്ടില്ല. എഴുന്നേറ്റില്ലേ? നോക്കിയില്ല. എന്ത് വാടേ ഇതൊക്കെ? ഇതാണ് അവിടെ വിപ്ലവം സൃഷ്ടിക്കുന്ന പറഞ്ഞത്. ഞാൻ നല്ല ഉറക്കായിരുന്നു. എവിടെ? റൂമിൽ കാണും. കുട്ടിക്കടലെ നല്ല ഉറക്കം. 4 മണിക്ക് എഴുന്നേറ്റ് അടിച്ചു വാരി വൃത്തിയാക്കി പുട്ടും കടല ഉണ്ടാക്കാന്ന് പറഞ്ഞ ആളാ. ഡേയ്, ഹലോ. ഇവിടെ ഇല്ല, കേന്ദ്രത്തിൽ എവിടെയാ? എനിക്ക് എപ്പോഴും അറിയായിരുന്നു. കൊള്ളാല്ലേ? ഉച്ചക്ക് ഇനിയിപ്പോ ഇത് തന്നെ പരിപാടി അല്ലേ? നല്ല പട്ടിണിയാവും. അച്ഛപ്പി പറഞ്ഞ കാര്യം ഞാൻ ആലോചിച്ച. എന്താ സ്ത്രീകൾ കുടുംബിനികളില്ലെങ്കിലും കുടുംബം നോക്കാൻ ഈ കുടുംബനാഥൻ അറിയാം. അല്ല നീ ഉദ്ദേശിച്ചത്? സമയം എത്രയാ? മാമോദീസയ്ക്ക് നിന്നില്ലേ? മാമോദിസയ്ക്ക് നിന്നാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുവോ?
പിന്നെ എന്ത് പറ്റി തിരിച്ചു പോന്ന്? എന്താ പ്രശ്നം? ഇല്ല, 2 ദിവസം നിന്നിട്ടൊക്കെ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയല്ലേ തുണിയെല്ലാം വാരി കെട്ടിട്ട്. പിന്നെന്താ പെട്ടെന്ന് തിരിച്ചു പോന്നേന്ന്? എനിക്ക് എൻ്റെ കൊച്ചിനെ കാണാൻ തോന്നി. അവനെ ഞാൻ രാത്രി സ്വപ്നം കണ്ടു, അതുകൊണ്ട് പോന്നു. കൊച്ചിനെ മാത്രം? എന്തിനേ? ആണെങ്കിൽ മാത്രമേ സ്വപ്നം കണ്ടുള്ളൂ? ആണെങ്കിൽ കൊച്ചുങ്ങളെയല്ലേ സ്വപ്നം കണ്ടത്? ഓ വന്നിട്ട് കുറച്ചു നേരം ആയടേ. ഞാൻ മാത്രല്ല, അവളും ഉണ്ട്. പാചകം ചെയ്യാന്നേറ്റ കുക്ക് ചതച്ചതുകൊണ്ട് മേളത്തെ കടയിൽ പോയി ഞങ്ങൾ കാപ്പിയും കുടിച്ച് മേടിച്ചോണ്ടും വന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെ എല്ലാം റെഡിയാ. ആ റെഡിയാ? ആ എന്തേ? പള്ളി പോയില്ലേ? പള്ളിയിലൊന്നും പോയില്ല. മാമോദിസ മാമോദീസ കൂടിയൊന്നുമില്ല. അപ്പച്ചി നിൽക്കാൻ പറഞ്ഞില്ലേ? അപ്പച്ചിക്ക് ഇപ്പൊ എന്നോട് പഴയ പോലെ സ്നേഹമൊന്നുമില്ല കേട്ടാ. പൊന്നെ, ഞാനും ചേച്ചിയില്ലേ ഇന്നലെ രാത്രി എന്തോരം ടെൻഷൻ അടിച്ചെന്നറിയോ? ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടുന്ന് മാറി നിന്നിട്ടില്ലല്ലോ. അപ്പൊ ഇനി നിങ്ങളിനി ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ, ദൈവം എന്തെടുക്കായിരിക്കും എന്നൊക്കെ ഓർത്ത് ടെൻഷൻ ആയിരുന്നോണ്ട് രാവിലെ ഞങ്ങളിങ്ങ് പോന്നു. എന്നോട് പരിക്കരുത്. ഞാൻ പറഞ്ഞത് ഈ കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വില അറിയാമെന്ന് കേട്ടിട്ടില്ലേ? അത് 100% സത്യ. ഇന്നലെ ഒരു രാത്രി കൊണ്ട് ഞാനത് മനസ്സിലാക്കി.